ഇത്രയും ദിവസമായി ഒരു പ്രതികരണവും വരുന്നത്. അല്ലെങ്കിൽ ആഴ്ചക്ക് വേണ്ട ഓരോ മണിക്കൂറിലും പ്രതികരിക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതികരണമില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, KPCC പ്രസിഡന്റ് പ്രതികരണമില്ല. എന്തേ പ്രതികരിക്കാത്തത്? കോൺഗ്രസ്സുകാർ ഒരിക്കലും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത, ചർച്ച ചെയ്യപ്പെടാൻ താല്പര്യം കാണിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ സംഭവം കോൺഗ്രസ്സുകാർക്ക് വാർത്തയാക്കണ്ട, അതിനൊപ്പം തന്നെ നിന്ന് ഫുട്ബോൾ കളിക്കാനാണ് സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്കും താല്പര്യമുള്ളത്. അത് വ്യക്തമായിട്ട് വാർത്താ സമ്മേളനത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകർ മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 2 ദിവസമായിട്ട് ആ തട്ടിക്കളിച്ച് നിൽക്കുകയാണ് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ. ഇന്നെങ്കിലും ചർച്ച ചെയ്യുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല വയനാട്ടിലെ DCC ട്രഷററുടേത്. അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു പരിഗണന പോലും കൊടുക്കാതെ ഒളിപ്പിച്ചു വെക്കുകയാണെന്നും അദ്ദേഹം ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലൂടെ വ്യക്തമാകുന്നത് മുൻ DCC പ്രസിഡന്റ് KC ബാലകൃഷ്ണൻ MLA, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവർ തട്ടിയെടുത്ത പണത്തിൻ്റെയും പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന ലക്ഷങ്ങളുടെ ബാധ്യതയുടെയും തുടർച്ചയായിട്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നതാണ്. ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്ത് IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ എടുത്തത് എന്ന കാര്യവും നൽകിയത് എന്ന കാര്യവും വ്യക്തമായി. കടത്തിൽ കുരുങ്ങിപ്പോയ ആ സന്ദർഭത്തിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായതെന്നും അതിൽ വ്യക്തമാക്കി. നേതാക്കൾ വാങ്ങിയ കോഴക്ക് സ്ഥലവും ചെക്കും ഇദ്ദേഹത്തിന് ഈട് നൽകേണ്ടി വന്നു. പാർട്ടി തലയിൽ കെട്ടിവെച്ച 32 ലക്ഷത്തിൻ്റെ ബാധ്യത തീർക്കാനെടുത്ത വായ്പ അത് 65 ലക്ഷത്തിലധികമായി ഉയർന്നു. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയത്. ഈ കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. ഈ സംബന്ധിച്ച് UDFൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. UDFൻ്റെ നേതാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം കത്ത് നൽകിയിരുന്നുവെന്നും സുധാകരന് കത്ത് കിട്ടിയിരുന്നുവെന്നും, പക്ഷേ ഞാനത് വായിച്ചില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഏതെങ്കിലും CPIMൻ്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം? എത്ര ദിവസത്തെ അന്തിച്ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു? പക്ഷേ കോൺഗ്രസിൻ്റെ DCC ട്രഷററുടെ മകനും ട്രഷററും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ വാർത്ത തന്നെ നൽകാൻ എന്തൊരു മടിയാണ് മാധ്യമങ്ങൾക്ക്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത്. കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് തുടർക്കഥയായിട്ട് വരികയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിൻ്റെ ഫലമായി അങ്കമാലി അർബൻ സഹകരണ സംഘം പ്രസിഡന്റും
കോൺഗ്രസ് നേതാവുമായിരുന്ന PT പോളിനെ മരിച്ച നിലയിൽ ആലുവയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. സംഘത്തിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന വാർത്തക്കിടയിലാണ് INTUC സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ പോളിൻ്റെ ദുരൂഹ സാഹചര്യത്തിൽ മരണമുണ്ടായത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പല വക്താക്കളും ആത്മഹത്യയിലേക്ക് നീങ്ങി. അതേപോലെ തട്ടിപ്പിനിരയായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയ മറ്റൊരാളും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് VV ജോൺ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാലുവാരിയതിൻ്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം 2015 നവംബർ 8 ആത്മഹത്യ ചെയ്തത്. ഇത് വേറൊരു കഥയാണ്. ആ കഥയും കോൺഗ്രസിൻ്റെ ഭാഗമാണെന്നുകൊണ്ടതുകൊണ്ട് ഒന്നും തന്നെ വാർത്തയല്ല. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയ മറ്റൊരു മരണമാണ് മുൻ ട്രഷറർ V പ്രതാപചന്ദ്രൻ്റേത്. അത് 2022 ഡിസംബർ 22 പ്രതാപചന്ദ്രൻ മരിച്ചത്. KPCC ഭാരവാഹികൾ ഉൾപ്പെടെ അവർക്കെല്ലാം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതി നിഖിൽ പൈലിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവ്. ആ കൊലയാളി എന്ന് പറഞ്ഞാൽ കേസ് ശിക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറയുക. ഒന്നാം പ്രതിയാണ്. സുധാകരൻ പറഞ്ഞത് എൻ്റെ കുട്ടികളാണെന്നാണ്. എരന്നു വാങ്ങിയതാണ് ഈ കൊലപാതകം എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി തളിപ്പറമ്പുകാരനായ ധീരജ്, അദ്ദേഹത്തെയാണ് അവിടെ ഈ ഗുണ്ടാപ്പട കോളേജ് സംഘർഷമാണ് എന്നാണ് അവർ പറയുന്നത്. കോളേജ് സംഘർഷം കഴിഞ്ഞാൽ പൈലി എവിടെ പോയേ? പൈലിയും കോളേജും തമ്മിൽ എന്ത് ബന്ധ? എന്നിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫോർഫ്രണ്ടിൽ പൈലിയുണ്ട്. രാഹുൽ ഗാന്ധി നയിച്ച ജാഥയുടെ മുമ്പിലും പൈലിയുണ്ട്. യാതൊരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ് അവരെയും കൊണ്ട് നടക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യം വെച്ച് വലിയ വാർത്തയല്ലേ നിങ്ങളെല്ലാം ചമച്ചുണ്ടാക്കിയത്. ആ വാർത്ത ചമച്ചുണ്ടാക്കിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാണം എന്ന് 24 മണിക്കൂർ കൊണ്ട് തീരുമാനിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി അവരെ ഒഴിവാക്കുകയും ചെയ്തു. അത് മാതൃകാപരമായൊരു നിലപാടാണ്. നിങ്ങൾ ഈ പ്രതികളുടെ കയ്യും പിടിച്ച് ഒപ്പം നടക്കുന്ന നിലയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഒരൊറ്റ അക്ഷരം പറയാൻ ഒരു മാധ്യമത്തിനും മനസ്സില്ല. നിങ്ങളുടെ ഇരട്ടത്തപ്പല്ലാതെ വേറെ എന്താണത്? അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. വയനാട്ടിലെ ഇരട്ട ആത്മഹത്യ ഉൾപ്പെടെ സംഭവിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇത്രയും ദിവസമായി ഒരു പ്രതികരണവും വരുന്നത്. അല്ലെങ്കിൽ ആഴ്ചക്ക് വേണ്ട ഓരോ മണിക്കൂറിലും പ്രതികരിക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതികരണമില്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് പ്രതികരണമില്ല. എന്തേ പ്രതികരിക്കാത്തത്? UDF പ്രതികരിക്കണം, കോൺഗ്രസ് പ്രതികരിക്കണം. കോൺഗ്രസിൻ്റെ തന്നെ ട്രഷററും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം. എന്നിട്ട് ഒരു പ്രതികരണവും നടത്താൻ തയ്യാറില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും നിൽക്കുകയാണ്. അതൊന്നും വാർത്തയാക്കുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങൾക്ക് മനസ്സുമില്ല. അപ്പോൾ ഒരു ഇരട്ട നയമാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. Yep.